രാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം ജാനബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാദേഥാ സുഖം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. കദംബമൂലേ കദളീവനാന്തരെ വിചിത്രരംഗേ വസതി സജീജനൈഃ വിനോദയന്തി കളനാദവിനയാ സരസ്വതീ മസ്യതോ വാചി മേ സദാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മളിങ്ങനെ ഇന്നലെ പറഞ്ഞു വെച്ചത് അത്രയും ചെറിയൊരു രൂപം ആയിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമി ആഞ്ജനേയൻ ലങ്കയിലേക്ക് കടന്നു. അങ്ങനെ ഈ ലങ്കാലക്ഷ്മിക്കൊക്കെ മോക്ഷം കൊടുത്ത് ഇങ്ങനെ ലങ്കയിലേക്ക് കടന്നു. വളരെ ചെറുത്. എപ്പോഴത്തേക്കാണ് ഈ രാവണൻ, അഴകിയ രാവണനായിട്ട് സീതയുടെ മുമ്പിൽ വന്ന് അതും ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല. ചെറിയൊരു വർങ്ങനായിട്ട് മരത്തിന്റെ മേലെ ഇരുന്നു. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ഇയാൾ വന്ന് സീതയോട് എന്തൊക്കെയോ പറയുന്നു. അവിടെ കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകളോടൊക്കെ പറയാണ്, 2 മാസത്തിനുള്ളിൽ ഇവളെ എനിക്ക് വശംവദയാക്കി തരണം. 2 മാസത്തെ അവധിയുള്ളല്ലേ ഞാൻ ഇവളുടെ മാംസം ഭക്ഷണം ആക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരിക്കലിങ്ങനെ പോയി എന്താ പറയാ, ലങ്കയിൽ കടന്നിട്ട് രാക്ഷസന്മാരെ ഇടയിലൊക്കെ നോക്കി. അവിടുന്ന് ഒരു വീട് കണ്ടിട്ട് നോക്കുമ്പോഴാണ് അവിടെ ഹരി എന്ന് ഭംഗിയായി എഴുതി വെച്ചിട്ടിരിക്കുന്നു. എങ്ങനെ ഈ വീട്ടിൽ ഹരിയുടെ പേര് വന്നത്? അപ്പൊ മനസ്സിലായി ഈ വീട്ടിലെ ഗൃഹസ്ഥൻ ഒരു നല്ലൊരാളാവണം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതൂലല്ലോ എന്ന് വിചാരിച്ചു. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ആ വീട്ടിലേക്ക് കടന്നു എന്നാ പറയുന്നത്. ബ്രാഹ്മണ പുരോഹിതനായിക്കൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു. അപരിചിതനെ കണ്ട ആദ്യം സംശയിച്ചു. എന്നിട്ടും വിഭീഷണൻ ആഗതനാരായാലും ബ്രാഹ്മണനല്ലേ, അതുകൊണ്ട് ആദരണീയനാണെന്ന് തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം മുന്നോട്ട് വന്ന് ഹനുമാന്റെ മുമ്പാകെ ദണ്ഡ നമസ്കാരം ചെയ്തു. ഗുരു, അങ്ങയുടെ ജന്മദേശം ഏതാണ്? എവിടെ നിന്നാണ് വരുന്നത്? തെരുവീഥികളെ രാക്ഷസന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന്, ഭീഷണികളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ രാക്ഷസന്മാരുണ്ടാക്കുന്ന കൊടുംഭീതികളെ പറ്റി അദ്ദേഹം അതിഥിക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഹനുമാന്റെ ധൈര്യത്തെയും നിർഭീകരതയും പുകഴ്ത്തി. ഹനുമാൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ രാമദൂതൻ ഹനുമാനാണ്, രാമദേവന്റെ ദൂതനാണെന്ന് രാമന്റെ സദ്ഗുണങ്ങളെ പറ്റിയും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. താൻ രാമനെ പറ്റി വിവരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭീഷണന്റെ കവിൾത്തടങ്ങളിൽ കൂടി കണ്ണുനീരൊഴുകുന്നതായി ഹനുമാൻ കണ്ടു. എന്തൊരു സുദിനം! എത്ര വമ്പിച്ചതാണ് എൻ്റെ ഭാഗ്യം! കിടക്കയിൽ എഴുന്നേറ്റ ഉടനെ ശാന്തിയും ആനന്ദവും വിതറുന്ന പ്രഭാവപൂർണമായ അതിമനോഹരങ്ങളായ കർണാമൃതങ്ങളായ വാക്കുകളാണല്ലോ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന് ചിന്തിച്ചു. പറഞ്ഞില്ല. ഈ സംഭവങ്ങളെല്ലാം രാമന്റെ കരുണയായിട്ട് തന്നെയാണ് ഹനുമാൻ ഗണിച്ചത്. ഭയത്തിന്റെ നാടായ ലങ്കയിൽ ഹരിയിൽ പ്രേമമുള്ള ഇത്തരം ഒരാളെങ്കിലും ഉണ്ടായതെങ്ങനെ എന്നോർത്ത് അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. അദ്ദേഹം ഗൃഹസ്ഥനോട് ചോദിച്ചു, പ്രഭു, ഈ ദൂഷിതമായ അന്തരീക്ഷത്തിൽ അങ്ങ് മാത്രം എന്താ ഇങ്ങനെ ഭയം കൂടാതെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മറുപടി പറഞ്ഞു അദ്ദേഹം, അത് ഈശ്വരകാരുണ്യം കൊണ്ടാണ് സാധിക്കുന്നത്. കാരണം എത്ര കാലം വരെ നാം ജീവിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കുന്നുവോ അത്രയും കാലം നാം ജീവിക്കുക തന്നെ വേണം. അതിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ? ഇല്ല. വസ്തുനിഷ്ഠമായ ലോകത്തിന്റെ നാഥൻ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമം ആർക്കും മറികടക്കുകയോ മാറ്റുകയോ ചെയ്യാൻ സാധ്യമല്ല. അറ്റം കൂർത്ത പല്ല്, ചുറ്റും ഉള്ള വായ്ക്കുള്ളിൽ നാവ് നിരന്തരം ഇളകിക്കൊണ്ടിരിക്കുന്നില്ലേ?
കടിപറ്റാതെ രക്ഷപ്പെടുന്നതിന് ആര് സഹായിക്കുന്നു? ഈശ്വരനല്ലേ. അതാണ് ഈ കുർത്തുമുത്ത പല്ലിന്റെ അടിയിൽ ഈ നാവ് ഇങ്ങനെ ഈ വെറും മാംസപിണ്ഡം പോലത്തെ അല്ല നാവ്, എല്ലും ഒന്നുമില്ലല്ലോ. അതിങ്ങനെ അങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കടികൊള്ളാതെ രക്ഷപ്പെടുന്നതും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അല്ലേ എന്ന് പറയാണ്. ഞാനിവിടെ ജീവിക്കുന്നത് അതുപോലെയാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. എന്നെ പറ്റി ഇത്രമാത്രം അറിഞ്ഞാൽ മതി. താങ്കൾ ഇവിടെ അയക്കപ്പെട്ടത് എന്ത് ജോലിക്കാണ് എന്ന് ചോദിച്ചു. തോന്നി നല്ല മനുഷ്യനാണെന്നും അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം നിസ്സംശയമായും സത്ഫലങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ എന്നും ഹനുമാന് മനസ്സിലായി. അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി രാമ രാമ എന്ന് അനേകം വട്ടം അദ്ദേഹം കൃതജ്ഞതാപൂർവം തുടർന്നുച്ചരിച്ചു. ഈശ്വരഭക്തനും ശുദ്ധഹൃദയനുമായ വിഭീഷണനോട് തന്റെ ലക്ഷ്യം വെളിപ്പെടുത്താനുള്ള അനുമതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിഭീഷണന് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് ശരിയല്ല തന്നെ ആഞ്ജനേയ സ്വാമിക്ക് തോന്നി. അദ്ദേഹം ചോദിച്ചു, അങ്ങയുടെ പേര് എന്താണ്? ഈ ലങ്കയിൽ അങ്ങെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഹനുമാന്റെ വിനയവും സ്വഭാവവും വിഭീഷണന്റെ ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചെയ്തു കേട്ടോ. അദ്ദേഹം പറഞ്ഞു, മിത്രമേ, ഞാനൊരു ഭാഗ്യഹീനനാണ് കേട്ടോ. രാവണന്റെ സഹോദരൻ, പേര് വിഭീഷണൻ. ഞാനൊരു സങ്കടകരമായ ദുർഘടാവസ്ഥയിലാണ്. കാരണം എനിക്ക് സംതൃപ്തിയാവുവോളം ഹരിനാമം ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അതാണ് എന്റെ സങ്കടം എന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഹനുമാന് തനിക്ക് കിട്ടേണ്ട മറുപടി കിട്ടിയെന്ന് തോന്നി. അദ്ദേഹം ആനന്ദത്താൽ ഒരു ചാട്ടം ചാടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രാമദൂതനാണ്, സീതാമാധവൻ അന്വേഷിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. ഉത്തരക്ഷണത്തിൽ വിഭീഷണൻ ഹനുമാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. ചോദിച്ചു, അങ്ങനെ എന്റെ രാമൻ ഇപ്പോൾ എവിടെയാണുള്ളത്? വളരെ കാലമായി അദ്ദേഹത്തെ കാണാൻ ഞാൻ കൊതിക്കുന്നു. എന്നാൽ അതിനുള്ള ഗുണോത്കർഷം എനിക്കില്ലാതെയാണ് ഇരിക്കുന്നത്. എന്റെ വർഗം രാക്ഷസ വർഗമാണ്. അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കാൻ എനിക്ക് അവസരമുണ്ടാകുമോ? ഞാൻ ഇതുവരെ സാധനമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. തപസ്സും തത്സംബന്ധമായ കർമ്മങ്ങളും ചെയ്യാൻ എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല താനും. ആ സദ്ഭാഗ്യം നേടാനുള്ള അർഹത ഞാൻ നേടിയിട്ടുമില്ല. ഞാൻ രാമനാൽ അനുഗ്രഹിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കേട്ട് ഹനുമാന്റെ ഹൃദയം സഹാനുഭൂതി കൊണ്ട് ഉരുകി. ഹനുമാൻ വിഭീഷണൻ വളരെയേറെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, വിഭീഷണ, രാമൻ ഒരുവന്റെ ഹൃദയമേ പരിഗണിക്കൂ. കുടുംബമഹിമയോ മതപരമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ സാധനയുടെ നേട്ടങ്ങളോ രാമദേവന് ബാധിക്കുകയില്ല കേട്ടോ. വികാരങ്ങളും അവയുടെ സംശുദ്ധിയുമാണ് അവിടുത്തെ ഏറ്റവും സന്തുഷ്ടനാക്കുന്നത്. അങ്ങയുടെ ആദർശങ്ങളുടെ ഔന്നത്യവും ദൈനംദിന ജീവിതത്തിന്റെ പരിശുദ്ധിയും കാരണം രാമൻ അനുഗ്രഹിക്കും. ദുഃഖിക്കാതിരിക്കുക, തീർച്ചയായും രാമൻ അങ്ങനെ അനുഗ്രഹിക്കും. എന്തിനാ അവിടുത്തെ കരുണാർദ്രതയെയും അനുഗ്രഹത്തെയും സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ എന്നെ തന്നെ ഏറ്റവും നല്ല തെളിവായി സ്വീകരിക്കാലോ. ഞാനൊരു വാനരനാണ്. എന്റെ വർഗത്തിന്റെ സ്വഭാവം തന്നെ തന്നിഷ്ടം എന്നല്ലേ. കുസൃതി നിറഞ്ഞതും ലീലാലോലഭവും സങ്കുചിതവുമായ മനസ്സിനെ മർക്കടൻ എന്നല്ലേ വിളിക്കുന്നത്. അതൊരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. ഞാൻ ശാസ്ത്രങ്ങളിൽ ഒന്നിലും നിപുണനല്ല. ആര് പറഞ്ഞു? നമ്മുടെ ഹനുമാൻജിയാ പറയുന്നത്. തപശ്ചര്യയെ സംബന്ധിച്ചാണെങ്കിൽ അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഈശ്വരനാമങ്ങൾ നിയമങ്ങൾക്കനുസരിച്ച് ഞാൻ ജപിച്ചിട്ടില്ല. പുണ്യനദികളിലേക്ക് ഞാൻ തീർത്ഥാടനം ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് രാമൻ എന്നെ അനുഗ്രഹിച്ചത്? ശുദ്ധപ്രേമവും ജനങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന വികാരങ്ങളും മാത്രമേ അദ്ദേഹം ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങയുടെ കാര്യത്തിൽ രാമൻ വികാരങ്ങളുടെ ശുദ്ധി മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. വിശ്വസിക്കൂ, സംശയിക്കണ്ട. ഈ വാക്കുകൾ കേട്ട് വിഭീഷണൻ ആശ്വാസമായി. സീത എങ്ങനെയാണ് ലങ്കയിൽ കൊണ്ടുവന്നത് എന്നുള്ള വസ്തുതകൾ അദ്ദേഹം ഹനുമാനെ ധരിപ്പിച്ചു. സീതയെ കണ്ട് രാമസന്ദേശം ദേവിക്ക് നൽകുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കുന്നതല്ലെന്ന തീരുമാനം എടുത്തിരുന്നത് കൊണ്ട് വിഭീഷണ ഗൃഹത്തിൽ നിന്ന് ഹനുമാൻ ഒന്നും കഴിച്ചില്ല. അധികം താമസിക്കാതെ തന്നെ അന്വേഷണം തുടരാൻ അദ്ദേഹം ഉത്സുകനായി. പക്ഷേ വളരെ സാവധാനമായും കരുതലോടുകൂടിയും വേണം അന്വേഷണം എന്ന് വിഭീഷണൻ ഉപദേശിച്ചു. ശ്രദ്ധാപൂർവം വേണം കേട്ടോ, അല്ലെങ്കിൽ ലങ്ക വിടുന്നതിന് മുമ്പായി രാവണന്റെ സാമ്രാജ്യത്തിന്റെ പ്രബലതയും ദുർബലതയും സ്വന്തമായി മനസ്സിലാക്കിയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് പറഞ്ഞു തന്നതൊന്നും പോരാ, അങ്ങ് തന്നെ മനസ്സിലാക്കണം അതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹവും ഹനുമാനെ കുറേയൊക്കെ ധരിപ്പിക്കുകയുണ്ടായി. സീത ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞതിലുണ്ടായ സന്തോഷത്തിന്റെ ആധിക്യത്താൽ
ദേവി ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് ചോദിക്കാൻ വിഭീഷണൻ വിട്ടുപോയോ. വിഭീഷണൻ അറിയില്ല ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന്. സീത അവിടങ്ങളിൽ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ അദ്ദേഹം പല പല ഗൃഹങ്ങളിലും കടന്നു ചെന്ന് നോക്കി. സുഖോപഭോഗങ്ങളിൽ മുഴുകിക്കൂടിയും നൃത്തവും കൊണ്ട് ലഹരി കയറി പ്രമദകളുടെ കൂട്ടത്തിൽ ശയനീയങ്ങളിൽ വീണ് കിടക്കുന്നതായി കണ്ടു. ആര്? ഈ രാക്ഷസന്മാർ. രാമൻ തനിക്ക് വിവരിച്ചു തന്ന സീതയുടെ ലക്ഷണങ്ങളും വൈശിഷ്ട്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഹനുമാൻ ആ വീടുകളിൽ ഓരോ സ്ത്രീയെയും നിരീക്ഷിച്ചുവെങ്കിലും സീതയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശപ്പെട്ടാൻ തുടങ്ങിയ ഹനുമാൻ ഒരു കുന്നിന്റെ ശിഖരത്തിൽ ചാടിയെത്തി. ദീർഘനേരത്തോളം ഇക്കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ചു. സീതയെ കണ്ട് ആശ്വസിപ്പിക്കാതെയും എന്റെ ജോലി നിറവേറ്റാൻ ഞാൻ എങ്ങനെയാണ് രാമന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക? എന്റെ ജീവിതം വെറുതെ ആയി പോവില്ലേ? ഹനുമാൻ സ്വയം പറഞ്ഞു. ദൂരെ പച്ച പിടിച്ച മനോഹരമായ ഒരു ഉദ്യാനം ശോഭിക്കുന്നതായി ഹനുമാൻ കണ്ടു. കുന്നിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആ ആരാമം ഉത്തുംഗഹർമ്മ്യങ്ങളെ ചുറ്റപ്പെട്ട താഴ്വാരത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിലത്ത് നിന്നും അത് കാണാൻ കഴിഞ്ഞില്ല. ഇത് കർത്തവ്യതാമുഠനായ ആഞ്ജനേയൻ വിഭീഷണ ഗൃഹത്തിൽ കൂടി ചെന്നു. അവിടെ രാമനാമോച്ചാരണത്തിൽ നിമഗ്നനായിരുന്നു വിഭീഷണൻ. ഹനുമാനെ കണ്ടപ്പോൾ വിഭീഷണൻ എന്നിട്ട് സന്തോഷത്തോടെ ഹനുമാന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഹനുമാൻ സീതയെ കണ്ടോ? ഹനുമാൻ തന്റെ നിരാശ വെളിപ്പെടുത്തി. പക്ഷേ വിഭീഷണൻ ആവശ്യമുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഹനുമാൻ, ഈ നഗരത്തിൽ അശോകവനം എന്നൊരു ഉദ്യാനമുണ്ട്. അവിടെ നിഷ്ഠുരകളും ബലിഷ്ഠകളുമായ രാക്ഷസിമാരുടെ മധ്യത്തിലാണ് സീതയെ പാർപ്പിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയും മകളും ദേവിയെ സേവിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ട്. ആ ആരാമത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും വിഭീഷണൻ പറഞ്ഞു കൊടുത്തു. ഹനുമാൻ പിന്നെ അവിടെ ഒട്ടും നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ വിഭീഷണന്റെ ഭാര്യയും മോളും ഉള്ളത് കൊണ്ടൊരു സമാധാനമുണ്ട് വിഭീഷണന്. അല്പനിമിഷത്തിലുള്ള മാരുതി ആരാമത്തിലെത്തി. ഒരൊറ്റ ചാട്ടം. ഹനുമാന്റെ രൂപം അസാധാരണമായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ കണ്ടവരെല്ലാം ശബ്ദമുണ്ടാക്കാനും എതിർക്കാനും ശ്രമിച്ചു. തന്റെ രൂപം തന്നെ ശ്രദ്ധേയനാക്കുന്നതായി ഹനുമാന് മനസ്സിലായി. അദ്ദേഹം ഹ്രസ്വമായ രൂപം സ്വീകരിച്ചു. വളരെ ചെറുതായി അദൃശ്യനായി ശാഖയിൽ നിന്ന് ശാഖയിലേക്ക് ചാടി ഇലക്കൂട്ടങ്ങളുടെ പിന്നിൽ ഒളിച്ചുകൊണ്ട് അശോകവനത്തിലെത്തി. അവിടെ ഒരു മരച്ചുവട്ടിൽ ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ ക്ഷീണിതയായി ദുർബലയായ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരുടെ ചുറ്റും കാവലിരുന്ന ഭീകരരൂപിണികളായ രാക്ഷസിമാർ ദേവിയുടെ മനസ്സ് മാറ്റാനും ദൃഢനിശ്ചയം ഭഞ്ജിക്കാനും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ മുമ്പിൽ പെരുമ്പറയടിച്ചും കാഹളമൂതിയും കൊണ്ടൊരു ഘോഷയാത്ര ആ സ്ഥലത്തെത്തി. വാദ്യക്കാരുടെ പിന്നിൽ രത്നാഭരണ വിഭൂഷിത ഗാത്രനും വിശിഷ്ട വസ്ത്ര അലങ്കൃതനുമായ ഒരു രാജകീയ പുരുഷനെ ഹനുമാൻ കണ്ടു. ശതക്കണക്കിൽ കന്യകമാർ താലങ്ങളും രത്നങ്ങളും മധുരവും സുരഭിലവുമായ സമ്മാന വസ്തുക്കളും തിഗ്ധമായ പട്ടുവസ്ത്രങ്ങളും വഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇലകളുടെ ശ്യാമള ഛായയിൽ ഒളിച്ചുകൊണ്ട് ഹനുമാൻ ഈ രംഗം ദർശിച്ചു. ഇത് രാവണനാണെന്നത് വ്യക്തമാണ്. കാരണം അദ്ദേഹം സീതയുടെ മുമ്പിൽ നിന്ന് പ്രേമാഭ്യർത്ഥന തുടങ്ങി കഠിന ശിക്ഷ നൽകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരിൽ നിന്നൊരു വാഗ്ദത്തം നേടാൻ ശ്രമിച്ചു. തന്റെ കിങ്കരികളോട് സീതയിൽ പരിക്കും വേദന ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. നമ്മൾ കൂടുതലെടുത്ത് പൂർത്തികാലം ചെയ്തോ, എന്നിട്ട് നല്ലോണം വേദനിപ്പിച്ചിട്ടെങ്കിലും എന്നോട് എടുക്കാൻ പറയുന്നതാണ് ഈ രാവണൻ പറയുന്നത്. ഈ ശകാരവർഷം മുഴുവൻ കേട്ടിട്ടും ദുർബലമായ ക്ഷീണിതയായ സീതാദേവി ഒരിക്കലെങ്കിലും രാവണന്റെ നേരെ കണ്ണുയർത്തി നോക്കിയില്ല. സീത ഇപ്രകാരം മാത്രം പറഞ്ഞു, വിഡ്ഢി, നീചനായ ദുരാത്മാവേ, രാമന് മാത്രമാണ് എൻ്റെ മേലുള്ള അവകാശം. രാമനൊഴിച്ച് മറ്റാർക്കും അധികാരമില്ല, ഒരധികാരവുമില്ല. അദ്ദേഹവുമായുള്ള വിരഹത്തിന്റെ അഗ്നിജ്വാലകളിൽ ഞാൻ ഈ ശരീരം ചാമ്പലാക്കും. അതാണ് സീത പറയുന്നത്. ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല, ഇത് വിശ്വസിക്കൂ, കരുതിയിരുന്നോളൂ കേട്ടോ. ഈ ശക്തിയുക്തമായ വാക്കുകൾ കേട്ടത് സീതയല്ലാതെ മറ്റാരുമല്ലെന്ന ഹനുമാന് മനസ്സിലായി. നിരാശതയുടെ ദംശനമേറ്റ് പിടഞ്ഞും പരിഭവം കൊണ്ടുള്ള ക്രോധത്താലും രാവണൻ കൂടുതൽ കഠിനമായി സംസാരിച്ചു. വേണ്ട പോലെ ആലോചിച്ച് സമ്മതിക്കുന്നതിന് അദ്ദേഹം അവർക്കൊരു മാസത്തെ അവധി നൽകി. പിന്നീട് ആ ഘോഷയാത്രയും താലം വഹിച്ച കന്യകമാരും അദ്ദേഹം ഒന്നിച്ച് ആരാമത്തിൽ നിന്നും ബഹിർഗമിച്ചു. അവരെല്ലാം പോയതിന് ശേഷം സീതാര ആകാശത്തിലേക്ക് തലയുയർത്തി ദീർഘശ്വാസം വിട്ടു. രാമ, അവിടുത്തെ ഹൃദയത്തിൽ കരുണാർദ്രത ഇനിയും എത്തിയില്ലേ? അവിടുന്ന് എന്തിനാണ് എന്നെ ഈ ദണ്ഡനത്തിന് വിധിച്ചിട്ടുള്ളത്?
ഇതിൽ നിന്നും എപ്പോഴാണ് ഞാൻ വിമുക്തിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയാൻ തുടങ്ങി. സീതയുടെ കാവൽക്കാരികളിൽ ഒരുവളായിരുന്നു ത്രിജട എന്ന രാക്ഷസി. അവൾ രാമന്റെ പാദകമലങ്ങളോട് അഗാധ ഭക്തിയുള്ളവളായിരുന്നു. ലൗകിക ജ്ഞാനവും ആധ്യാത്മികമായ അനുഭവം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. നല്ലോണം ഈശ്വരഭക്തിയായിരുന്നു അതിന്. സീതക്ക് കാവലിരിക്കുന്ന തന്റെ കൂട്ടുകാരികളോട് അവൾ പറഞ്ഞു, സഖികളെ, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ നിങ്ങളോട് വിവരിക്കാം. നാം ആദ്യമായി സീതയെ സേവിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരുടെ കാരുണ്യം സമ്പാദിക്കണം. കാരണം എന്റെ സ്വപ്നത്തിൽ കൂടി വെളിപ്പെട്ട സന്ദേശം നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. ഒരു മർക്കടൻ ലങ്കയിൽ കടന്നു വന്നു. ഇതാണ് സ്വപ്നം കണ്ടത്. രാക്ഷസന്മാരെ കൊന്ന് ലങ്കക്ക് തീവെച്ചു. രാവണൻ പരിപൂർണ നഗ്നനായിരുന്നു. എല്ലാ മൃഗങ്ങളുടെയും കൂട്ടത്തിൽ ഒരു കഴുതയുടെ പുറത്ത് കയറി അദ്ദേഹം തെക്കോട്ടേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിരസ് മുണ്ടനം ചെയ്തിരുന്നു. ഭുജങ്ങൾ ശരീരത്തിൽ നിന്ന് വേർപെട്ടതായി ഞാൻ കണ്ടു. വിഭീഷണൻ ലങ്കയുടെ ചക്രവർത്തിയായി അഭിഷിക്തനായി രാജ്യം അങ്ങോളം ഇങ്ങോളം രാമനാമത്താൽ മുഖരിതമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ കണ്ട സ്വപ്നം. പിന്നീടുണ്ട്, അനന്തരം രാമൻ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. രാക്ഷസ ഗോത്രത്തിലെ സഹോദരിമാരെ, മനസ്സിലാക്കൂ, ഞാൻ സ്വപ്നം കാണാറില്ല. ഞാൻ ഇതുവരെ സ്വപ്നം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ സ്വപ്നം കണ്ടാൽ അത് തീർച്ചയായും സത്യമായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വഴിപാടിൽ രാക്ഷസ സ്ത്രീകൾ അമ്പരന്നു പോയി. അയ്യോ, ഇതിപ്പോ ഞങ്ങള് കേൾക്കുന്നേ എന്നുള്ള വിചാരമായി അവർക്ക്. ത്രിജടയുടെ പെരുമാറ്റം കണ്ട് സീത അവളെ അഭിസംബോധന ചെയ്തു. ത്രിജടേ, എന്റെ ചുറ്റുമുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കാൻ നിന്നെ രാമൻ തന്നെ അയച്ചതായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യമായിട്ടും എന്നെ പോലെയുള്ള അല്പം ചില സ്ത്രീകൾ ഈ ലങ്കയിലുള്ളത് കൊണ്ടാണ് എന്നെപ്പോലെ ഭാഗ്യം കെട്ട സ്ത്രീകൾക്ക് ഞങ്ങളുടെ ചാരിത്രവും ഗുണോത്കർഷവും നിലനിർത്താൻ കഴിയുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകളുടെ വിധി എന്താകുമായിരുന്നു എന്ന് ത്രിജടയോട് സീതാദേവി പറയുന്നു. രാവണൻ ഇപ്പോൾ പ്രകാശിപ്പിച്ച ആശയങ്ങൾ നീ കേട്ട് കാണൂലേ? അദ്ദേഹം 1 മാസത്തെ അവധിയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും രാമൻ വന്നില്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ ശരീരം അയാൾ കഷ്ണം കഷ്ണമാക്കി പുഴുങ്ങി തിന്നും. അവർ കഴുകന്മാരും കാക്കകളും കൊത്തിവലിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. രാമന്റെ പത്നിയായ എനിക്ക് എന്റെ ശരീരത്തിന് ആ ദാരുണമായ വിധി വരുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല. കഴിയും വേഗം ഈ ദേഹം ഉപേക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരുമോ? അടുത്ത മരക്കൊമ്പിൽ നിന്നും ഹനുമാൻ ഈ വാക്കുകൾ കേട്ടു. സീത ഇത്രയും നിരാശയോടുകൂടി സംസാരിച്ചു കേട്ടപ്പോൾ ഹനുമാൻ ദുഃഖാതെ കരഞ്ഞുപോയി. ഹനുമാൻ സീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ ത്രിജട അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് അവർക്ക് ഉറപ്പുകൊടുത്തു. മാതാവേ, നിരാശപ്പെടരുത് അമ്മേ. രാമൻ സാധാരണക്കാരനല്ല. അവിടുത്തെ ശക്തിയും പരാക്രമവും അതുല്യമാണ്. അതെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. രാമൻ വന്ന് ദേവിയെ തീർച്ചയായും രക്ഷിക്കും. അവിടുന്ന് വളരെ വേഗം വരും. അങ്ങയുടെ പാണി ഗ്രഹിക്കുകയും അതുകൊണ്ട് അങ്ങയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന അർത്ഥം. ധൈര്യം കൈവിടരുത് കേട്ടോ. അവൾ സീതയെ പ്രേമപരസ്പരമായ വാക്കുകളെ കൊണ്ട് സമാശ്വസിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പോയി. മറ്റു സ്ത്രീകളും രാഷ്ട്രീയ സ്ത്രീകളും കുറച്ചു കഴിഞ്ഞപ്പോൾ പോയി. അങ്ങനെ പോവാ, ഇവിടെ ഇരിക്കണ്ടേ പോയത്? ഈ അവസരത്തിന് വേണ്ടിയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി കാത്തിരുന്നത്. താനിരുന്ന ശാഖയിൽ താഴെയുള്ള ഒന്നിലേക്ക് ചാടി. രാമൻ ഏൽപ്പിച്ച മോതിരം സീതയുടെ നേരെ മുന്നിലിട്ട് കൊടുത്തു. ഏറ്റവും ശുദ്ധമായ രശ്മിയുള്ളൊരു ജ്വാല പോലെ അത് വെട്ടിത്തിളങ്ങി താഴെ പതിച്ചു. എന്നിട്ട് അതിന് രാമ രാമ എന്ന ഹർഷോന്മാദത്തിൽ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു. സീതയുടെ ദൃഷ്ടികൾ മോതിരത്തിൽ പതിച്ചു. അവർ അത്ഭുതപ്പെട്ടു. സത്യമാണോ? ഞാൻ സ്വപ്നം കാണുകയാണോ? അത് യാഥാർത്ഥ്യമാവാൻ കഴിയുമോ? എന്റെ പ്രാണനാഥന്റെ കനകവർണ്ണമുള്ള കൈവിരലിൽ അണിഞ്ഞിരുന്ന ഈ മോതിരം എങ്ങനെ ലങ്കയിൽ കാണാൻ കഴിയും? ഇത് രാക്ഷസജാലമോ അല്ല, കേവലം അതിഭ്രമമോ അല്ല. അതെന്റെ നാഥന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്റെ കയ്യിലെടുക്കാൻ ഞാനിനി ഒട്ടും സംശയിക്കേണ്ടതില്ല. അതെടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ അതൊരു പാപമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് സീത അതെടുത്ത് ആദരപൂർവ്വം കണ്ണിന്മേൽ വെച്ചു. ഇവരുടെ നേത്രങ്ങളിൽ നിന്നും കൃതജ്ഞതാ ബാഷ്പം ഒഴുകി. രാമ, അവിടുത്തെ ദർശനം ഈ മോതിരം വഴി എനിക്ക് നൽകുകയാണോ? ഒരു ശിരസ്സുയർത്തി നോക്കി. അവിടെ ഒരു വൃക്ഷശാഖയിൽ ഒരു കൊച്ചു മർക്കടൻ അഗാധമായ ഭക്തിയോടുകൂടി രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. ത്രിജട വിവരിച്ച പ്രകാരം അവരുടെ സ്വപ്നത്തിലുണ്ടായ സംഭവങ്ങൾ പെട്ടെന്ന് ഓർത്തു സീത. ആ സുദിനങ്ങൾ അതിവേഗം അടുത്തു വരുന്നല്ലോ.
ദീർഘമായി 10 മാസത്തിനിടയിൽ ലങ്കയിൽ ആരും രാമനാമം ജപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഒരു മർക്കടൻ ആ പുണ്യനാമം ഉച്ചരിക്കുന്നതായി കേൾക്കാൻ എനിക്ക് കഴിഞ്ഞുല്ലോ. ആത്മനാഥന്റെ മോതിരം എനിക്ക് കിട്ടുകയും ചെയ്തുവല്ലോ. അവർ അമിതമായി ആഹ്ലാദിച്ചു. തന്റെ ആനന്ദപൂർണമായ ഭാവം ഒതുക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല. ഇത്രയും ദീർഘമായ കാലത്തോളം ഒരു അപരിചിതനോട് സംസാരിച്ചിട്ടില്ലാത്ത സീത ആ മർക്കട രൂപത്തെ നോക്കി ഇങ്ങനെ അഭിസംബോധന ചെയ്തു. അല്ലയോ വാനര, നീ ആരാണ്? ഈ മോതിരം എവിടെ നിന്ന് കിട്ടി? സീതയ്ക്ക് വാനരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാനൊന്നും കഴിഞ്ഞില്ല. എന്തേ രാക്ഷസന്മാരുടെ കളിയായിരിക്കുന്നു വിചാരിച്ചു. കാരണം രൂപമാറ്റങ്ങളുടെ സൂത്രവേല കൊണ്ട് രാക്ഷസന്മാർ ഇതിനു മുമ്പ് പലപ്പോഴും സീതയെ വഞ്ചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു അനുഭവമായില്ലേ, കൊണ്ട് അത് പേടി. വാനരന്റെ വിശ്വാസ്യത തെളിയിക്കുന്നതിനായി അവർ പല രീതിയിലും ചോദ്യം ചെയ്തു. ഇടക്കിടക്ക് അവർ വാനരനോട് രാമന്റെ ക്ഷേമത്തെപ്പറ്റി ചോദിക്കും. അവിടുന്ന് കാട്ടിലൊറ്റ കാണുന്ന ചിന്ത മൂലം ദേവിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അങ്ങനെ അവർ ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും ഇടയിൽ ചാഞ്ചാടി കളിച്ചു. ഹനുമാൻ അവരുടെ സ്ഥിതി മനസ്സിലാക്കി. രാമനോടുള്ള പ്രേമത്തിന്റെയും അതുപോലെ തന്നെ ഭക്തിയുടെയും ബന്ധം അവരിൽ നിന്ന് മറച്ചു വെക്കുവാൻ ഹനുമാന് കഴിഞ്ഞില്ല. അദ്ദേഹം രാമന്റെ വംശകഥയും അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളും രാമനെ കണ്ടുമുട്ടുന്നതുവരെയുള്ള തന്റെ ചരിത്രവും വിവരിച്ചു. കഥ ശ്രദ്ധിച്ചപ്പോൾ ദേവി രാമൻ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടാവുന്ന അതേ ആനന്ദം അനുഭവിച്ചു. അയോധ്യയിലും വനസങ്കേതത്തിലും തന്റെ സമീപം നിൽക്കുന്ന രാമനെ സ്മരിക്കാൻ അവർക്ക് കഴിഞ്ഞു. വിസ്മരിക്കാനല്ല, സ്മരിക്കാൻ, ഓർമ്മിക്കാൻ. എപ്പോഴും അതല്ലേ ഓർമ്മ ഉള്ളത്. തന്റെ പരിതസ്ഥിതി വിസ്മരിക്കത്തക്ക വിധം സീത വികാരഭരിതയായി. ഉടനെ സീത ബോധാവസ്ഥയിലെത്തി. താൻ എവിടെയാണെന്നറിഞ്ഞു. സീത പറഞ്ഞു, അല്ലയോ വാനര, നീ ഇതെല്ലാം പറഞ്ഞത് ഞാൻ സന്തുഷ്ടയാണ്. പക്ഷേ കേവലം ദുർബലനും ഹ്രസ്വകാരനുമായ ഒരു മർക്കടന് കനത്ത സുരക്ഷയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ഈ നഗരത്തിൽ എങ്ങനെ കഴിഞ്ഞു പ്രവേശിക്കാൻ? ഈ രാക്ഷസന്മാരിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഈ സ്ഥലം കണ്ടുപിടിച്ച് എന്റെ അടുത്തെത്താൻ നിനക്ക് എങ്ങനെ സാധിച്ചു? അത് പറയും. ഹനുമാൻ മറുപടി പറഞ്ഞു, അമ്മേ, എനിക്കെന്ത് സാമർഥ്യവും ശക്തിയുമാണുള്ളത്? ഞാൻ രാമന്റെ സേവകനല്ലേ, അവിടുത്തെ ദാസനല്ലേ. അവിടത്തേക്ക് ആവശ്യമുള്ളതും അവിടുന്ന് ഇഷ്ടപ്പെടുന്നതുമായ എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. രാമനെ കൂടാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവുകയില്ല അമ്മേ. ഞാൻ രാമന്റെ കയ്യിലൊരു കളിപ്പാവ മാത്രമാണ്. അവിടുന്ന് ചരട് വലിക്കുന്നതിനനുസരിച്ച് ഞാൻ കളിക്കുന്നു. എനിക്ക് സ്വന്തമായി ഇച്ഛയൊന്നുമില്ല അമ്മേ. അനന്തരം ഹനുമാൻ രാമന്റെ പ്രഭാവത്തെപ്പറ്റി വിശദീകരിച്ചു. ഏറ്റവും ഹൃദയഹാരിയായ രീതിയിൽ തന്റെ ഭക്തിയെയും അർപ്പണത്തെയും പ്രസ്പഷ്ടമാക്കുകയും ചെയ്തു. ഹനുമാന്റെ വാക്കുകൾ കേൾക്കുന്ന രോമാഞ്ചജനകമായിരുന്നു സീതാദേവിക്ക്. മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ചില സംഭവങ്ങൾ സീതയെ അറിയിക്കുന്നതിനായി രാമൻ ഹനുമാനോട് പറഞ്ഞിരുന്നു. രാമൻ മുന്നറിയിപ്പായി ഇങ്ങനെ പറഞ്ഞിരുന്നു, സീത നിന്റെ വാക്ക് വിശ്വസിച്ചില്ലെന്ന് വന്നേക്കാം. ആര് പറയുന്നു? ശ്രീരാമചന്ദ്രൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് അവൾ സംശയിച്ചെന്നും വരാം. ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഈ സംഭവങ്ങളെപ്പറ്റി അവളെ ഓർമ്മിപ്പിക്കാം. ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഹനുമാൻ ആ പ്രത്യേക സംഭവങ്ങളെപ്പറ്റി വിവരിക്കാൻ തുടങ്ങി. സീതാമാതാവേ, ദേവിയെ ഉപദ്രവിക്കാൻ ആ ദുഷ്ടകാകൻ ചെയ്ത ശ്രമങ്ങളും ദേവിയെ രക്ഷിക്കാനായി അവനെ വധിക്കാനുള്ള അവിടുത്തെ ശ്രമങ്ങളും ദേവിയോട് പറയണമെന്ന് സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സീതക്ക് ദുഃഖം സഹിക്കാനായില്ല. ഉറക്കെ കരഞ്ഞുകൊണ്ട് ദേവി പറഞ്ഞു, ഹനുമാൻ എന്നോട് അത്രയും ദയ കാണിച്ചിരുന്ന രാമൻ ഇന്നെന്തേ ഈ യാതനയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാത്തത്? രാമൻ കരുണാസാഗരമാണ്. പക്ഷെ എന്റെ വിധിയിൽ അവിടുന്ന് ഇത്ര കഠിന ഹൃദയനായത് എന്തുകൊണ്ടാണ്? അല്ല, ഞാനാണ് തെറ്റുകാരി. രാമൻ കരുണാർദ്രതയുടെ മൂർത്തീകരണമാണ്. ഈ അയഥാർത്ഥമായ ഹൃദയകാഠിന്യമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം രാമൻ അഭിനയിക്കേണ്ടതുണ്ട്. അത്രയേ ഉള്ളൂ. ഹനുമാൻ സാധാരണ വ്യക്തിയൊന്നും അല്ല കേട്ടോ. കാരണം സാധാരണ വ്യക്തികളോട് ഇത്ര അടുപ്പത്തോടു കൂടി രാമദേവൻ ബന്ധപ്പെടുകയില്ല. മാത്രമല്ല, തന്റെ മോതിരം കേവലന്മാരുടെ കയ്യിൽ കൊടുത്തയക്കുകയുമില്ല. അവിടുത്തെ ദൂതനായതിൽ നീ എത്ര ഭാഗ്യവാനാണ്. നിന്റെ ശരീരത്തിന്റെ ഉയരവും രൂപവും എന്നെ ഒന്ന് കാണിക്കൂന്ന് പറഞ്ഞു സീത. അപ്പൊ ഹനുമാൻ നിലത്തിറങ്ങി കൂപ്പുകൈയോടെ ആരാധനാഭാവത്തിൽ സീതയുടെ മുമ്പിൽ നിന്നു. ഹനുമാൻ ഭീഷണമായ രൂപത്തിൽ വളർന്നു
വലുതാവുന്നത് കണ്ടപ്പോൾ അതെന്തോ രാക്ഷസീയമായ സൂത്രമാണെന്ന് സീത പകുതി സംശയിച്ചു. അവൾ കണ്ണടച്ച് തിരിഞ്ഞിരുന്നു. അവരുടെ ഭയവും അതിനാസ്പദമായ സംശയവും മനസ്സിലാക്കി ഹനുമാൻ പറഞ്ഞു, മാതാവേ, ഞാൻ രാവണനോ അല്ലെങ്കിൽ അവന്റെ അനുയായികളിൽ ഒരുവനായ രാക്ഷസനോ അല്ല. അപ്രതീപമായ തേജസ്സും പരിശുദ്ധിയുമുള്ള ശരീരത്തോടുകൂടി രാമന്റെ വിശ്വസ്തനായ സേവകനാണ് ഞാൻ. രാമൻ എന്റെ നിലനിൽപ്പിന്റെ ശ്വാസമാണമ്മേ. എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. രാമന്റെ യഥാർത്ഥ ദൂതനായ എന്നിൽ ദേവിക്ക് വിശ്വാസമുണ്ടാവുകയില്ലെന്ന് ഊഹിച്ചാണ് ദേവൻ തന്റെ മോതിരമുരി അങ്ങേക്ക് നൽകാൻ എന്റെ കയ്യിൽ തന്നത്. എന്നോടൊപ്പം സുഗ്രീവനും ജാമ്പവാൻ, അങ്കദൻ എന്നിവരും അസാധാരണ വീരന്മാരായ മറ്റ് ആയിരക്കണക്കിൽ വാനന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ രാമകാരുണ്യം കൊണ്ട് എനിക്ക് മാത്രമാണ് സമുദ്രം ചാടിക്കടക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം കടലിന് അങ്ങേക്കരയിലാണുള്ളത്. പരമദുഷ്ടനായ രാക്ഷസ രാജാവ് ദേവിയുടെ കൊണ്ടുവന്ന കഥ ജടായുവിൽ നിന്നും ശബരിയിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ദേവി ഇവിടെയാണെന്ന വസ്തുത സമ്പാദിയിൽ നിന്ന് 3 ദിവസം മുമ്പേ സ്ഥിരീകരിച്ചു. അപ്പോൾ ദേവി അങ്ങ് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഞങ്ങളുടെ മുമ്പിൽ അമ്മ നിന്നാൽ എങ്ങനെ? അതുപോലെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി. ദേവിയെ കണ്ട ശുഭവാർത്തയുമായി ഞാൻ മടങ്ങിച്ചെല്ലുന്നതും കാത്ത് രാമലക്ഷ്മണന്മാർ അവിടെ കാത്തിരിക്കുകയാണ് അമ്മേ. ദേവി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഉടനടി മടങ്ങിച്ചെന്ന് ദേവിയുടെ ക്ഷമവാർത്ത അവരെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കുറേ പറയാനുണ്ടല്ലോ. സീത ഹനുമൽ സംവാദം എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടത്. ഇവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ബാക്കി എന്താ പറഞ്ഞ് നമുക്ക് നാളെ കേൾക്കാം അല്ലെ. ഇന്നത്തെ ഈ ഭാഗം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും എന്റെ പൊന്നിനെ കണ്ണന്റെയും പ്രഭാതങ്ങൾ സമർപ്പിച്ച് മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേ പുഷ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.